PV സിന്ധുവിന് ബാഡ്മിന്റണിൽ മെഡൽ കിട്ടിയപ്പോ ആ പെണ്ണിന്റെ ജാതി അന്വേഷിക്കുന്നതിൽ ഗൂഗിളിൽ നിന്ന് 5 ലക്ഷത്തോളം ആളുകളാണ് ആ പെണ്ണിന്റെ ജാതി അന്വേഷിച്ചു പോയത്. ഈ അവസ്ഥയിൽ എല്ലാം ജാതീയമായി വർഗീയമായി കൂട്ടിക്കെട്ടുന്ന ഒരു കിരാത മനസ്സിന് മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റേതാത്ത അടിമയായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം നമ്മോട് എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു ദിവസം അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ചോദ്യം അബൂദറിനേതാണ്, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴിയേറെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഒരു അനുയായി വന്നിട്ട് ചോദിക്കുന്നത്, അവനെ മൈക്കൊന്ന് ശരിയാക്കി വെക്ക, എന്റെ സൗണ്ട് പിടിക്കുന്നു. സൗണ്ട് പിടിച്ചാൽ പിന്നെ ഒന്നും നടക്കൂല. ചെണ്ട ഉണ്ടെങ്കിലല്ലേ മുട്ട് കേൾക്കൂ, ഇല്ല കൈവരലിങ്ങനെ ആടുകയുള്ളൂ. ഒരു സഹാബി നബിതങ്ങളോട് ചോദിച്ചത് സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി ഏതെന്നാണ്. എന്താ കുറുക്കു വഴി? നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സലാത്ത് ഉണ്ടെങ്കിൽ അത് ചൊല്ലിയാൽ പെട്ടെന്ന് സ്വർഗത്തിൽ പോയി നമ്മൾ സലാത്ത് അന്വേഷിച്ചടക്കാം. നിക്കരിക്കാനും വയ്യ, നോമ്പുടിക്കാനും വയ്യ. സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു സലാത്തോ ദിക്റോ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പെട്ടെന്ന് വേണമെങ്കിലും കരസ്ഥമാക്കും. കാരണം എന്താ? ആ സലാത്തില്ല സ്വർഗത്തിൽ പോവും, ആ ദിക്റില്ല സ്വർഗത്തിൽ പോകും. നിന്റെ നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, പാവങ്ങളെ സഹായിക്കണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് നബിയെ, അബൂദർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി ഏതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത്, അബൂദർ, ഇതാ തബഖത്തും മിറഖതൻ ഫാക്തിർ മാ. അബൂദറേ, ഏത് സമയത്തും നിന്റെ വീട്ടിൽ നിന്നെ അടുപ്പത്ത് നീ കറി വെച്ച് കഴിഞ്ഞാൽ ആ കറിയിൽ നീ ഒരൽപ്പം വെള്ളം കൂടുതൽ ഒഴിക്കണേ. എന്നിട്ട് ആ കറി നിന്നെ അയൽപക്കക്കാർക്ക് നീ വിളമ്പി കൊടുക്കണേ. അപ്പോഴാണ് നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നതെന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യത്വമെന്ന് പഠിപ്പിച്ചു കൊടുത്ത നിന്റെ അയൽപക്കക്കാർക്ക് നിന്റെ കറിയിൽ വെള്ളം ഒഴിച്ചിട്ട് വിളമ്പി കൊടുക്കണേ എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നവരുടെ വിദേശത്തിന്റെ കനലുകൾ മനസ്സിൽ യുഗാന്തരങ്ങളോളം വെച്ച് കിടന്നൊരു സമൂഹത്തിനോടാണ് നമ്മൾ ചോദിക്കും, എന്തിനാണ് കറിയിൽ വെള്ളമൊഴിക്കുന്ന കാര്യം പറയുക? ഈത്തപ്പന മരത്തിന്റെ ഓല കടിച്ചാൽ വർഷങ്ങളോളം മാറിത്തിരിഞ്ഞു നിന്ന് യുദ്ധം ചെയ്തൊരു സമൂഹത്തോടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു കൊടുത്തത്. അബൂദർ, ഇതാ തബഖത്തും മിറഖതൻ ഫാക്തിർ മാ. ഏത് സമയത്ത് നീ കറി വെച്ചാലും ആ സമയത്ത് ആ കറിയിൽ അല്പം വെള്ളം നീ കൂടുതൽ ഒഴിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ഭാഗത്തെ കലാപങ്ങളും തലവെട്ടലുകളും കൊലപാതകങ്ങളും ചോരച്ചാലുകളും ഒഴുകി നീങ്ങുമ്പോഴും മറുഭാഗത്ത് സ്നേഹത്തിന്റെ പാഠം പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ അനുയായിയായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ ഏത് കാര്യകാലം വന്ന് നിന്നാലും അവിടേക്ക് ഇസ്ലാമിന്റെ അന്തസത്തയിലൂടെ ജീവിച്ചു പോകാൻ ഏത് അസുരന്മാര് വാണരുളട്ടെ, ഏത് കലികാലങ്ങൾ വന്നു പോകട്ടെ, ഏതൊക്കെ ശ്രീരാവതാരങ്ങൾ കൺമുമ്പിലൂടെ നടന്നു പോകട്ടെ, ആ സമയത്തെല്ലാം എനിക്കെന്റെ റബ്ബ് പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളുണ്ട്. ആ പാഠഭാഗങ്ങളിലൂടെയാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെന്ന് തീരുമാനിക്കാൻ, എന്റെ മനസ്സിനാണ് വെളിച്ചം വേണ്ടതെന്ന് പറയാൻ, എന്റെ മനസ്സിനാണ് ശുദ്ധി വേണ്ടതെന്ന് പറയാൻ, എന്റെ മനസ്സിനാണ് നന്മ വേണ്ടതെന്ന് പറയാൻ ലോകത്തിന്റെ വക്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഫറോവയുടെ കൊട്ടാരത്തിലല്ലയോ ആസിയ ബീവി ജീവിച്ചിരുന്നത്? ഈ കലികാലത്തിന്റെ നടുവിൽ ഈ അന്ധവിശ്വാസത്തിന്റെ അനാചാരങ്ങളുടെ ലോകത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഇടയിൽ
അനാചാരങ്ങൾ അകർന്ന് നടത്തു പോകുമ്പോ ഹരിയാനയിൽ ഒരാൾ ദൈവത്തെ അറസ്റ്റ് ചെയ്തു അത്രേ. 1000 മക്കൾ ആ മനുഷ്യനുണ്ടായിരുന്നെന്ന് പറയുമ്പോ കല്യാണം കഴിച്ച പെണ്ണിനെ കൊണ്ടുപോയി ആത്മീയ ഗുരുവിന്റെ കിടപ്പറയിലേക്ക് ആദ്യം പറഞ്ഞു വിടുന്ന അഭ്യസ്ത വിദ്യരെന്ന് അവകാശപ്പെടുമ്പോഴും ശാസ്ത്രബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മതബോധങ്ങളുമായി നടന്നു പോകുന്ന ഒരു ജനതയുടെ നടുവിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയ ബീവി ജീവിച്ചത്. ആരാ ഫറോവയാരാ? അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് അല്ലാഹു എന്ന് പറഞ്ഞ ഇതിനേക്കാൾ വലിയൊരു ഏകാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല. ഇതിനേക്കാൾ വലിയൊരു സർവാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല. ഫറോവയേക്കാൾ വലിയൊരു സ്വേച്ഛാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല. പിന്നെന്തിനാണ് ഏകാധിപത്യത്തിന്റെ കഥ പറഞ്ഞിട്ട് നമ്മൾ നിരാശരാകുന്നത്? ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുമ്പോ നമ്മൾ എന്തിനാണ് നിരാശരാകുന്നത്? ആദ്യമായി ജനാധിപത്യ കശാപ്പ് ചെയ്തവനല്ലയോ ഇന്ന് ഈജിപ്തിലെ മ്യൂസിയത്തിൽ കിടക്കുന്നത്? ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 മതി. പക്ഷേ ഫറോവയുടെ മൃതദേഹം കാണണമെങ്കിൽ $10 കൊടുക്കണം. ആ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ 2-3 പ്രാവശ്യം ഞാൻ പോയി കണ്ടതാണ്. ആ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 കൊടുത്താൽ മതി. പക്ഷേ ഫറോവയെ കാണണമെങ്കിൽ $10 അവിടെ കൊടുക്കേണ്ടത്. കാരണം ഫറോവ ചില്ലറക്കാരനല്ല. സപ്താത്ഭുതങ്ങളിൽ എണ്ണപ്പെട്ടിരുന്ന ഈജിപ്തിലെ പിരമിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ പിരമിഡിന്റെ ചരിത്രമെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ ഏകാധിപത്യത്തിന്റെ ലോകത്തൊരു മുന്നറിയിപ്പ് പോലെ പറയുകയാണ്. പിരമിഡിന്റെ ചരിത്രമേതെന്നറിയോ? ഫറോവമാരുടെ മൃതദേഹം കൊണ്ടുപോയി അടക്കപ്പെട്ട ശവക്കല്ലറയാണ് പിരമിഡ്. ആ പിരമിഡിന് ഇത്രയും ഉയരമുണ്ടാവാൻ കാരണം അതിൽ 1000 പേരെ അടക്കപ്പെട്ടതല്ല. ആ കാലഘട്ടത്തിലെ ഫറോവ ചക്രവർത്തിമാരുടെ പതിവേരെന്നറിയോ? അവര് മരിക്കാറാകുമ്പോൾ അവര് വിളിച്ചു കൂട്ടിയിട്ട് പറയുമത്രേ, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ മരണത്തോടടുത്തു കഴിഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞ് പരലോകത്ത് പോയാൽ അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോ ആരെവിടെയെന്ന് ഞാൻ വിളിക്കുമ്പോൾ, ആരെവിടെയെന്ന് വിളിക്കുമ്പോൾ അടിയനെന്ന് മറുപടി പറയാൻ എനിക്കൊരു മന്ത്രി വേണ്ടേ, അവിടെ ഇരിക്കാൻ എനിക്കൊരു കസേര വേണ്ടേ, അവിടെ ഇരിക്കാൻ എനിക്കൊരു ചന്ദാമണം വീശാൻ എനിക്ക് സുന്ദരിമാര് വേണ്ടേ. അതുകൊണ്ട് ഈ മന്ത്രിമാരെ കൊല്ലുക, ഈ സുന്ദരിമാരെ കൊല്ലുക, എന്റെ കസേര എടുത്തിട്ട് അവരോടൊപ്പം എന്റെ ശവക്കല്ലറയിൽ അടക്കം ചെയ്യുക. ഞാൻ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ ആരെവിടെയെന്ന് വിളിക്കുമ്പോൾ എനിക്ക് മന്ത്രിമാര് വേണം, എനിക്ക് ലനനാമണികളായ ബെഞ്ചാമനം വിശാത്തോടികൾ വേണം. അതുകൊണ്ട് അവർക്ക് നാളെ പരലോകത്ത് രാജാവായിരിക്കാൻ സമ്പാദ്യങ്ങളും മന്ത്രിമാരും സുന്ദരിമാരെയും ഒക്കെ കൊന്നിട്ടവരുടെ കബറിൽ കുടിച്ചിട്ടത് കൊണ്ടാണ് ഇന്ന് ഈ പിരമിഡുകൾ എത്രത്തോളം ഉയരമുണ്ടായത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇതുപോലൊരു രാജാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലൊരു ഭരണാധികാരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൂസാ നബി ചെന്നിട്ട് പറഞ്ഞു ഫറോവയോട്, ഫറോവ. ആ സമയത്ത് ഫറോവ ചോദിച്ചു, മൂസാ ഖാല ഫിർഔന വമാ റബ്ബുൽ ആലമീൻ. ഫറോവ, മൂസ നീ പറയുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു ആരാ എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി പറഞ്ഞ മറുപടി, അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ച എന്റെ അല്ലാഹ്. ഈ കാണുന്ന മൂസയെ സൃഷ്ടിച്ച അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹയെ പരിചയപ്പെടുത്തിയൊരു വാളുകൊണ്ടല്ല, ആയുധം കൊണ്ടല്ല. ഫറോവയോടും അല്ലാഹനെ കുറിച്ച് മൂസാ നബി പറഞ്ഞത് അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവന്. ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും എന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഉമ്മയുടെ ഗർഭാശയത്തിന്റെ 3 ഇരുട്ടറയിൽ നിന്ന് എന്നെ വെളിച്ചം കാണിച്ച എന്റെ അല്ലാഹ്. യഖ്ലുഖുകും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസ്. ഉമ്മയുടെ ഗർഭാശയത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് 3 ഇരുട്ടറക്കുള്ളിലാണ് ഗർഭാശയത്തിൽ നിന്നെ ഞാൻ കിടത്തിയിരുന്നത്. ഡോക്ടർ സലീം സാഹിബ് അടക്കമുള്ള വിശ്വഗ്രന്മാരെ സർജറി ചെയ്തവരുമുണ്ടല്ലോ. ചോദിച്ചു നോക്കൂ, ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? ആ ഇരുട്ടറയിൽ നിന്ന് എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് കണ്ണ് തന്ന, എനിക്ക് കാല് തന്ന, എനിക്ക് കൈകൾ തന്ന, എനിക്ക് നാസാരങ്ങൾ തന്ന, എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഹൃദയത്തെ തന്ന, ആ ഹൃദയത്തിന്റെ മുകളിൽ എല്ലുകളെ കൊണ്ട് മൂടുന്ന ഒരു നെഞ്ചിനെ തന്ന, എനിക്ക് ശ്വസിക്കാനും ഉച്ഛ്വസിക്കാനും കഴിവ് തന്ന, കാണാൻ എനിക്ക് കണ്ണുകൾ തന്ന, എനിക്ക് കാണാൻ കണ്ണുകൾ തന്ന എന്റെ അല്ലാഹ്. എന്റെ അല്ലാഹുവിനെ കുറിച്ച്
പരിചയപ്പെടുത്തിയ ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ണുകളുണ്ടല്ലോ, ചാൾസ് ഡാർവിൻ പോലും കുരങ്ങിൽ നിന്ന് പരിണാമമുണ്ടായപ്പോഴാണ് മനുഷ്യരുണ്ടായതെന്ന തിയറി വെച്ച ചാൾസ് ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച മനുഷ്യന്റെ അവയവമാണ് കണ്ണ്. ഡാർവിനെ ഈ കണ്ണെങ്ങനെ രൂപാന്തരപ്പെട്ടെന്ന് ചോദിച്ചപ്പോ പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗത്തിന്റെ ഉൽപ്പത്തി എന്ന പുസ്തകം ഇറക്കിയ ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച കണ്ണ്. ഈ കണ്ണിനെ നിങ്ങളൊരു ക്യാമറയായിട്ട് കണക്കാക്കിയാൽ ഈ ക്യാമറയുടെ വലിപ്പം എത്രയെന്ന് നിങ്ങൾക്കറിയോ? ഐഫോൺ ആപ്പിൾ കമ്പനി നിർമ്മിച്ച ഐഫോൺ 7 ക്യാമറയുടെ മെഗാ പിക്സൽ 12 മെഗാ പിക്സലാ. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ക്യാമറയുള്ളത്. മനുഷ്യൻ നിർമ്മിച്ച ഫോണിലുള്ള ക്യാമറ 12 മെഗാ പിക്സലാണെങ്കിൽ എന്റെ പൊന്നുമോനെ, എന്റെ നിങ്ങളുടെ ഈ കണ്ണിലിരിക്കുന്ന ഈ ക്യാമറ, ഈ കണ്ണിനെ ഒരു ക്യാമറയായി പരിഗണിച്ചാൽ ഇതിന്റെ മെഗാ പിക്സൽ 600 മെഗാ പിക്സൽ വലിപ്പമുണ്ട്. എന്ത് എല്ലാ ചിത്രങ്ങളെയും കാണുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 3 ലക്ഷത്തോളം വരുന്ന വർണ്ണങ്ങളെ കണക്കാക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ കളറുകൾ 3 എങ്കിലും അതുമായി ഒരിച്ച് കാണുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 3 ലക്ഷത്തോളം വരുന്ന നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടറിനെ പോലെ തോൽപ്പിച്ച എന്റെ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിനേക്ക് തന്ന അല്ലാഹ്, എന്റെ ചെവിയനേക്ക് തന്ന അല്ലാഹ്, എന്റെ തലയിലെ തലയോട്ടിയെ തന്ന അല്ലാഹ്. ഒരു കുഞ്ഞു വെളിയിലേക്ക് വരും, ആ സമയത്ത് ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ച് ആ കുഞ്ഞിന്റെ എല്ലുകൾ തമ്മിൽ ജോയിന്റ് ആകുമെങ്കിലും അതിന്റെ തലയിലെ എല്ലുകൾ ജോയിന്റ് ആവുകയില്ല. ആ എല്ലുകൾ ചുരുങ്ങി ഒന്ന് മുകളിലേക്ക് കയറി ഇരുന്നിട്ടാണ് കുട്ടി വെളിയിലേക്ക് വരിക. ആ കുട്ടി വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ തലച്ചോറ് വളർന്ന് വികാസം പ്രാപിക്കുന്നത് വരെ കുട്ടിയുടെ തലയോട്ടിയുടെ എല്ലുകൾ തമ്മിൽ രൂപാന്തരപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉമ്മ റബ്ബിനെ പരിചയപ്പെടുത്തുകയാ. ഇത് പൈങ്കിളി സീരിയലിന്റെ കഥയല്ല, ഇത് ഗ്ലിസറിൻ തേച്ച നടനം നടത്തിയ പെണ്ണിന്റെ കഥയല്ല, ഇതെന്നെ പിടച്ച റബ്ബിന്റെ കഥയാ. ആ കുഞ്ഞങ്ങനെ വളർന്നു വരുമ്പോ അതിന്റെ തലച്ചോറ് വളരുന്നതിനനുസരിച്ച് അതിന്റെ എല്ലുകളും വളരാതിരുന്ന ആ കുഞ്ഞിന്റെ തലച്ചോറിന് വികാസം ഉണ്ടാവില്ല. നമ്മുടെ തലച്ചോറ് വളർന്ന് പൂർത്തിയായി കഴിഞ്ഞാലേ എല്ലുകൾ പിന്നെയോ ജോയിന്റ് ആവുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന് തലച്ചോറ് വികാസം പ്രാപിക്കുമ്പോ ആ സമയത്ത് തലച്ചോറ് പാകമാകുന്നതിനനുസരിച്ച് നിന്റെ എല്ലുകളെ കൂട്ടിയോജിപ്പിക്കാട് നിന്റെ സൗകര്യാർത്ഥം എനിക്ക് തന്ന അല്ലാഹ് ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം എന്റെ ഹൃദയത്തെ ജോലി ചെയ്യിപ്പിച്ച എന്റെ അല്ലാഹ്. മൂസാ നബിയുടെ പ്രസംഗമാണിത്. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രസംഗമാണ്. ഫറോവ ഞാനാണ് അല്ല എന്ന് പറഞ്ഞ ഫറോവയുടെ മുമ്പില് മൂസാ നബി നടത്ത പ്രസംഗത്തെ സൂറത്ത് ശൂറായിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചതെന്നവൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. ഫറോവയെ പരിചയപ്പെട്ടോ നിങ്ങൾ? വെറുതെ ഒരു പൈങ്കിളി വകല് പറഞ്ഞിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ കബറും കഫന്തുണിയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ കരയിപ്പിക്കാം. പക്ഷേ സമകാലീന ലോകത്ത് അല്ലാഹു ആരെന്നറിയണ്ടേ? അല്ലദീ ഖലഖനി. ഫിറഔൻ ചോദിച്ചു, മൂസ ആരാണ്? വമാ റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ നീ പറയുന്ന അല്ലാഹ് ആരാ? അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ പറയാണ് മൂസാ നബി. ഖുർആൻ ചോദിച്ചില്ലേ, ഒരു ഈച്ചയുടെ ചിറകിനെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഗുർപ്രീത് സിംഗിനോട്, മനുഷ്യാവതാരങ്ങളോട് അന്ധവിശ്വാസങ്ങൾ, ഒരു ഈച്ചയുടെ ചിറകിനെ. ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ പോയി സത്യസായി ബാബ. അവിടെ പോയപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ കൊടുത്തത് ശൂന്യതയിൽ നിന്നൊരു വാച്ച് എടുത്തിട്ട് HMDയുടെ വാച്ച് എടുത്ത കൈ കൊടുത്തു. ജവഹർലാൽ നെഹ്റുവിന്റെ ചോദ്യം, നിങ്ങൾ ഈ HMDയുടെ വാച്ച് അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു വാച്ച് ശൂന്യതയിൽ നിന്ന് എടുത്ത് തന്നൂടായിരുന്നു എന്നാണ് നെഹ്റു ചോദിച്ചത്. നെഹ്റു എന്നിട്ട് പറഞ്ഞു, രാജ്യം മുഴുവനും ഭക്ഷ്യക്ഷാമത്തിലാണ്, പട്ടിണി പടർന്നു പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ശൂന്യതയിൽ നിന്ന് വാച്ച് തരാതെ 10 ഗോതമ്പ് ചാക്ക് തന്നിരുന്നെങ്കിൽ ഈ നാട്ടിലെ പട്ടിണി